പ്രസന്റ് ചെയ്യുന്ന കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും? ഓക്കെ. ഇപ്പൊ നോക്കിയാട്ടെ നിങ്ങള് ഇവാലുവേറ്റ് ഇന്റഗ്രൽ dz divided by z square plus 4 whole square where g is the circle mod z minus I equal to 2. ഇതാണ് നിങ്ങളോട് ഞാൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പം എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് 1/z² + 4 ഹോൾ സ്ക്വയർ ആണ്. ഇതിൻ്റെ അകത്ത് ആ ഒരു ഡിനോമിനേറ്റർ നമ്മൾ സീറോനോട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? z² + 4 = 0 കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് z എന്ന് പറഞ്ഞ വാല്യൂ കണ്ടുപിടിക്കാൻ z² ലെഫ്റ്റിൽ വെക്കുക, ബാക്കി ആ ഒരു 4നെ റൈറ്റിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ -4 എന്ന് പറഞ്ഞിട്ട് റൈറ്റിൽ വരും. ദാറ്റ് ഈസ് z = +or -2i ആയി നമുക്ക് എന്ത് നമ്മുടെ ആ ഒരു സിംഗുലാർ പോയിന്റ്സുകൾ എന്ന് പറയുന്നത് ഒന്ന് -2iയും കിട്ടി, ഒന്ന് +2iയും കിട്ടി. അപ്പൊ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ ഒരു -2iയും +2iയും നമ്മുടെ ഈ ഒരു തന്ന കർവിനുള്ളിൽ ബിലോങ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. നമ്മളെ ആ ഒരു മോഡ് z = 2 എന്നെല്ലാം തന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പറയാൻ പറ്റും. കാരണം അതിന് സിമ്പിൾ കർവ് ആണ്, സിമ്പിൾ കർവിന്റെ ഡെഫിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയെല്ലാം തന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് ആ ഒരു 2ഉം 3ഉം എല്ലാം ബിലോങ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് മോഡുലസ് ഓഫ് z - i, അതായത് i എന്ന് പറയുന്നത് സെന്ററും 2 എന്ന് പറയുന്നത് റേഡിയസും ആയിട്ടുള്ള ഒരു സർക്കിളാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ജസ്റ്റ് ഫിഗർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് എന്താ തന്ന പോയിന്റ്സുകൾ നമുക്ക് കിട്ടിയ ആ ഒരു സിംഗുലാർ പോയിന്റ്സുകൾ ലൈ ചെയ്യുന്നുണ്ടോ ഇൻസൈഡ് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് ഫിഗർ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയാലും മതി. നമ്മൾ ആദ്യം z = 2i ബിലോങ് ചെയ്യുന്നുണ്ടോ എന്നില്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണോ നമ്മുടെ ആ ഒരു z നമുക്ക് തന്ന കർവിൽ എവിടെയാണോ z കാണുന്നത് അവിടെ നമ്മൾ 2i കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ 2i കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പം മോഡുലസ് ഓഫ് z - i എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് 2i - i വരും. ദാറ്റ് മീൻസ് i. ഇത് മോഡുലസ് ഓഫ് i എന്ന് പറഞ്ഞ എന്താ? അത് 1 ആണെന്ന് നമുക്കറിയാം. അതിൻ്റെ അർത്ഥം എന്താ? 1 എന്ന് പറയുന്നത് <2 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തന്ന ആ ഒരു കർവിനുള്ളിൽ ഈ ഒരു z = 2i എന്ന് പറയുന്ന സംഭവം ബിലോങ് ചെയ്യും. ഇത് നമുക്ക് നോക്കേണ്ടത് ഈ ഒരു സിംഗുലാരിറ്റിയാണ്, z = -2i എന്ന് പറയുന്ന സിംഗുലാരിറ്റി. ഈ z = -2i എന്ന് പറഞ്ഞ സിംഗുലാരിറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ബിലോങ് ചെയ്യുന്നത് ഔട്ട്സൈഡോ ഇൻസൈഡോ നോക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഈ ഒരു z സ്ഥാനത്ത് -2i അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം എന്ത് കിട്ടും? -2i - i, ദാറ്റ് മീൻസ് -3i. that is equal to √3² implies √9 is equal to 3. 3 എന്ന് പറയുന്നത് > 2 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്താ ഈ ഒരു z = -2i എന്ന് പറയുന്നത് നമുക്ക് തന്ന ആ ഒരു കർവിന്റെ ഔട്ട്സൈഡ് ആണ് ബിലോങ് ചെയ്യുന്നത്. അപ്പം 2 സിംഗുലാർ പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടിയത്. അതിലൊന്ന് ബിലോങ് ചെയ്യുന്നത് ഇൻസൈഡും ഒന്ന് ബിലോങ് ചെയ്യുന്നത് ഔട്ട്സൈഡും. അപ്പം എന്ത് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കേണ്ടതും നമ്മളെ z = 2i എന്ന് പറഞ്ഞ ആ ഒരു റീജിയനിലെ ആ ഒരു സിംഗുലാർ പോയിന്റ്സിലെ റെസിഡ്യൂ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കി -2iന്റെ കാര്യം നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാം. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയിരുന്നു എല്ലാവർക്കും? ഈ 2iയും -2iന്റെ അകത്ത് ഏതൊക്കെയാണ് ബിലോങ് ചെയ്യുന്നതിന്റെ കാര്യം പറഞ്ഞത് വരെ ക്ലിയർ ആയിനോ? ഓക്കെ. അപ്പം ഇനി എന്താ നോക്കണ്ടു? നമ്മുടെ ആ ഒരു 2i എന്ന് പറയുന്നത് അതിന്റെ എന്താ ഓർഡർ എത്രയാണെന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യണം അല്ലേ? ഇവിടെ ഓർഡർ എത്രയാണ് വരുന്നത്? ഈ ഒരു 2iനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെ മാറ്റി എഴുതാം? z + 2i × z - 2i ഹോൾ സ്ക്വയർ എഴുതാം. അപ്പം z - 2i ഹോൾ സ്ക്വയർ × z + 2i ഹോൾ സ്ക്വയർ വരും. അതായത് ആ ഒരു 2i എന്ന് പറയുന്ന ആ ഒരു സിംഗുലാർ പോയിന്റ്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ആയിട്ടാണ് കിട്ടുക. നിങ്ങൾക്ക് ഈ ജസ്റ്റ് ഈ ഒരു ഡിനോമിനേറ്റർ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ z + 2i എന്ന് പറയുന്നത് ഓർഡർ 2 ആയിട്ട് വരും, z - 2iന്റെ ഓർഡറും 2 ആയിട്ട് വരും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് z - 2i ആണ്. അപ്പോൾ അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. അതൊരു സിമ്പിൾ പോൾ കൂടിയാണ്. നിങ്ങൾ ആ 2i എന്ന് പറയുന്നത് ആ ഒരു ഫംഗ്ഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് ഇൻഫിനിറ്റിയിനകത്തേക്കാണ് പോകുന്നത് കാണാൻ പറ്റുക. അതെല്ലാം സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. അതൊരു സിമ്പിളായ കാര്യമാണ്. കുറേ പ്രാവശ്യം റിപ്പീറ്റ് അടിച്ചത് കൊണ്ടാണ് അതൊന്നും പറയാത്തത്. നിങ്ങൾ ആദ്യം പോളാണോ, പോളിന്റെ ഓർഡർ എത്രയാണ്, അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇതിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഇത് ഒരു പോളാണ്, അതിന്റെ ഓർഡർ 2 ആണെന്നുള്ള കാര്യം. അതെങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രോബ്ലംസിലെല്ലാം പറഞ്ഞു തന്നതാണ്.
അപ്പം ഇവിടെ നമുക്ക് കിട്ടി ഈ ഒരു z is equal to -2y എന്ന് പറയുന്നത് ഔട്ട് സൈഡും z is equal to 2y എന്ന് പറയുന്നത് ഇൻസൈഡും ആയതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റെസിഡ്യൂ അറ്റ് z is equal to 2y f of z എന്താണ്? റെസിഡ്യൂ z is equal to 2y f of z. അപ്പം നമ്മൾ നമ്മുടെ ഇക്വേഷൻ എടുക്കുക. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/m-1 ഫാക്ടോറിയൽ ലിമിറ്റ് z tends to z0 d raised to m-1 divided by dz raised to m-1 z minus z0 whole square, അതായത് whole raised to m into f of z. അത് ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പം എനിക്ക് എന്ത് കിട്ടി? ലിമിറ്റ് z tends to 2y d by dz of z minus 2 whole square into 1 by z minus 2y into z plus 2y whole square എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ z minus 2 whole square ഉണ്ട്, അതുപോലെ തന്നെ സോറി ഇവിടെ 2y ആണ്, z minus 2y whole square ഉണ്ട്, ഇവിടെയും z minus 2y whole square ഉണ്ട്. അത് രണ്ടും ഒന്ന് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? ഇവിടെ 1/z plus 2y സ്ക്വയർ ആയിട്ട് കിട്ടും. അതായത് ലിമിറ്റ് z tends to 2y d by dz of 1/z plus 2y whole square നമുക്ക് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഈ ഒരു ഭാഗത്തെ ഈ ഒരു ഫംഗ്ഷന് ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് കാണുക. ഡെറിവേറ്റീവ് കണ്ടതിന് ശേഷം നമുക്ക് ഏതാണോ ആ ഒരു z0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ ജസ്റ്റ് സൈഡിൽ എഴുതിയിട്ടുള്ളത്. എന്താണ്? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അപ്പോൾ ആദ്യത്തെ ഈ ഒരു ടേം ഇൻറ്റു 0 ചെയ്യുമ്പോൾ അതിന് 0 ആയി പോകും. ബാക്കി ഇവിടെയോ -2 ഇൻറ്റു z plus 2y ഡിവൈഡഡ് ബൈ z plus 2y ഹോൾ റേസ് ടു 4. അപ്പം ഇവിടെ ഒരു z plus 2y ഉണ്ട്, താഴത്തെ ഒരു z plus 2y കൂടി ക്യാൻസൽ ആയപ്പം -2 ഡിവൈഡഡ് ബൈ z plus 2y ഹോൾ ക്യൂബ് കിട്ടി. അതാണ് നമ്മുടെ ഈ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ആ ഒരു സെറ്റിന്റെ വാല്യൂ ഇവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ -2 ഡിവൈഡഡ് ബൈ 2i പ്ലസ് 2i ഹോൾ ക്യൂബ് ദിസ് ഈസ് ഈക്വൽ ടു -2 ഡിവൈഡഡ് ബൈ 4i ഹോൾ ക്യൂബ് വരും. പിന്നെ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും. അപ്പോൾ -2 ഡിവൈഡഡ് ബൈ -64 വരും. 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 64 ആണ്, i ക്യൂബ് എന്ന് പറഞ്ഞാൽ -i ആണ്. അപ്പോൾ -64i വന്നു. ജസ്റ്റ് അതിനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ എന്ത് വന്നു? 1/32i വന്നു. അപ്പം അറ്റ് z is equal to 2i നമുക്ക് കിട്ടിയ റെസിഡ്യൂ എന്ന് പറയുന്നത് 1/32i ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒറ്റ പോയിന്റിൽ മാത്രം കാണുന്നുണ്ട് 2πi ഇൻറ്റു റെസിഡ്യൂ അറ്റ് z is equal to 2i f of z ആണ്. That means 2πi into 1/32i this is equal to 5/16. ഇതാണ് നമ്മുടെ ആ ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ വരുന്നത്. എവിടെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് സ്റ്റെക്കായി പോയെന്ന് ഇപ്പം മനസ്സിലായോ? അഥവാ ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയാം, ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. പറഞ്ഞതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങളോട് ഒരിക്കൽ നോക്കാൻ പറഞ്ഞതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ ഞാൻ പോയത്. എവിടെയാ ഡൗട്ട് വരുന്നത്? ആ 2ഉം -2iയും 2iയും -2iയും ഇതിൽ ബിലോങ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? 2iയും -2iയിലും 2i മാത്രമേ നമുക്ക് തന്ന ആ ഒരു കേവിനുള്ളിൽ ബിലോങ് ചെയ്യുന്നില്ലതിന് ഡൗട്ട് ഇല്ല അല്ലേ? ഓക്കെ. ഇനി എന്തിനാ പിന്നെ ഡൗട്ട് വന്നത് നിങ്ങൾക്ക്? ആ ഒരു പോയിന്റ് 2i എന്ന് പറയുന്നത് ഒരു പോളാണ്, അതിന്റെ ഓർഡർ 2 ആണ് എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആ ഒരു 2i എന്ന് പറയുന്നത് പോളാണ്, അതിന്റെ ഓർഡർ 2 ആണ് എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യേ. ഇല്ല. പിന്നെ എന്തേ വേണ്ടു? നമുക്ക് പോളിന്റെ ഓർഡർ 2 ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ റെസിഡ്യൂ കാണേണ്ട ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ആ ഇക്വേഷനിൽ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് എന്ത് ചെയ്യുക? ക്യാൻസൽ ആക്കേണ്ട ടേമെല്ലാം ക്യാൻസൽ ആക്കിയതിന് ശേഷം റീഅറേഞ്ച് ചെയ്യുക, എഴുതുക. ചെയ്തിട്ട് കിട്ടാത്തതാണോ അതോ ചെയ്യാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ? ക്ലിയർ ആയിനോ ഈ പ്രോബ്ലം ചെയ്തത്? ഒന്ന് പറയേ. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയും. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രോബ്ലം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. എന്നിട്ട് എത്ര ആൻസർ വരുന്നതിന്റെ കാര്യം എനിക്ക് കമന്റ് ചെയ്യണം.
ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ. അപ്പം നമ്മളിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുക ചെയ്യുന്നത് ഇതാ. യൂസിങ് റെസിഡ്യൂ തിയറം ഇവാലുവേറ്റ് z സ്ക്വയർ ഡിവൈഡഡ് ബൈ z മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു z പ്ലസ് 2 dz ഓവർ ദി സർക്കിൾ മോഡ് z ഇസ് ഈക്വൽ ടു 3. ഒന്ന് ചെയ്ത് നോക്കിയാട്ടെ. ഒന്ന് ചെയ്ത് നോക്കുക. എന്താ ചെയ്യേണ്ടത്? ആദ്യം ഏതൊക്കെ സിംഗുലാർ പോയിന്റ്സുകൾ ഉണ്ട് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അതിൽ ഏതൊക്കെയാണ് നമ്മുടെ ഈ ഒരു സർക്കിളിന്റെ ഉള്ളിൽ ബിലോങ് ചെയ്യുന്നതിന്റെ കാര്യം നോക്കുക. അതിനുശേഷം ഇപ്പൊ രണ്ടും നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ 2ഉം 1ഉം നിങ്ങൾ എന്താ സിംഗുലാർ പോയിന്റ്സ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ റെസിഡ്യൂ കാണുക, സം ചെയ്ത് കൊടുക്കുക. ഇവിടെ z മൈനസ് 1 സ്ക്വയർ ഇൻറ്റു z മൈനസ് 2 എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിന് ഇക്വേറ്റ് ചെയ്യുക. സീറോനോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ z മൈനസ് 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 ആൻഡ് z പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് z ഇസ് ഈക്വൽ ടു 1 ആൻഡ് z ഇസ് ഈക്വൽ ടു മൈനസ് 2. രണ്ടെണ്ണമാണ് നമുക്ക് സിംഗുലാർ പോയിന്റ്സ് ആയിട്ട് കിട്ടുന്നത്. അതിൻ്റെ അകത്ത് ഈ z ഇസ് ഈക്വൽ ടു മൈനസ് 2 എന്ന് പറയുന്നത് പോൾ ഓഫ് ഓർഡർ 1ഉം z ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞത് പോൾ ഓഫ് ഓർഡർ 2 ആയിരിക്കും. അപ്പം സെപ്പറേറ്റ് സെപ്പറേറ്റ് റെസിഡ്യൂ കാണുമ്പോൾ ഈ രണ്ട് പോയിന്റ്സുകൾ നമ്മുടെ ഈ ഒരു കേവിനുള്ളിൽ തന്നെ ബിലോങ് ചെയ്യുന്നതിനുള്ള കാര്യം ക്ലിയർ ആണ്. അതുകൊണ്ട് തന്നെ എന്താ നമ്മുടെ ആ റെസിഡ്യൂ സെപ്പറേറ്റ് z ഇസ് ഈക്വൽ ടു 1ലും കാണുക, z ഇസ് ഈക്വൽ ടു മൈനസ് 2ലും കാണുക. z ഇസ് ഈക്വൽ ടു മൈനസ് 2ൽ നിങ്ങൾ കാണുമ്പോൾ പോൾ ഓഫ് ഓർഡർ 1ന്റെ ഇക്വേഷൻ വെച്ചിട്ടും z ഇസ് ഈക്വൽ ടു 1ൽ കാണുമ്പോൾ പോൾ ഓഫ് ഓർഡർ mന്റെ ഇക്വേഷനിൽ വെച്ചിട്ടും വേണം റെസിഡ്യൂ കാണാൻ. ഇത്രയും കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഒന്ന് കൂളായിട്ട് ഇരുന്നിട്ടൊന്ന് ചെയ്ത് നോക്കിയാട്ടെ. പ്രോബ്ലം ചെയ്യുമ്പം എവിടെയെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. പ്രോബ്ലം ചെയ്യുമ്പം എവിടെയെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ ചോദിക്കുക. കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ ആൻസർ പറഞ്ഞുതരാം. z is equal to 1ഉം z is equal to മൈനസ് 2ഉം നിങ്ങൾക്ക് സിംഗുലാർ പോയിന്റ്സ് ആയിട്ട് കിട്ടിയിട്ടില്ലേ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോവാം. കിട്ടീനല്ലേ? ഓക്കെ. അതിൽ z is equal to 1ന്റെ ഓർഡർ 2ഉം z is equal to മൈനസ് 2ന്റെ ഓർഡർ 1 ആണെന്നുള്ള കാര്യം കിട്ടിയിട്ടില്ലേ?
പോൾ ഓഫ് ഓർഡർ 1 പോൾ ഓഫ് ഓർഡർ 2 ആണെന്നുള്ള കാര്യം. ആ ഓക്കെ, ഇനി ബാക്കി എന്താ, ജസ്റ്റ് ആ ഒരു ഇക്വേഷൻ്റെ അകത്ത് ഇട്ടിട്ട് ചെയ്ത് നോക്കിയാൽ മതി. കാരണം 1ഉം 2ഉം എന്തായാലും ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ബിലോങ് ചെയ്യുമെന്ന് നമുക്കറിയാം. രണ്ട് പോയിന്റിൻ്റെ അകത്തെയും റെസിഡ്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. റെസിഡ്യൂ എന്ന് പറയുന്നത് എന്താണ്, ഇന്റഗ്രൽ z² ഡിവൈഡഡ് ബൈ z−1 ഹോൾ സ്ക്വയർ ഇൻറ്റു z+2 dz എന്ന് പറഞ്ഞ് എന്തിന് ഈക്വൽ ആയിരിക്കും, 2πi ഇൻറ്റു റെസിഡ്യൂ അറ്റ് z is equal to 1 f of z പ്ലസ് റെസിഡ്യൂ അറ്റ് z is equal to -2 f of z, ഇതിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ അറ്റ് z is equal to 1 റെസിഡ്യൂ കാണുക, അതിനുശേഷം അറ്റ് z is equal to -2 റെസിഡ്യൂ കാണുക, രണ്ടും സം ചെയ്യുക, 2πയോട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒന്ന് ചെയ്ത് നോക്കേ, എത്ര ആൻസർ വരുന്നത് നോക്കുക. അറ്റ് z is equal to -2 നിങ്ങൾക്ക് എത്രയാണ് റെസിഡ്യൂ കിട്ടുന്നതെന്ന് പറയാം. അറ്റ് z is equal to 1 എത്രയാണ് നിങ്ങൾക്ക് റെസിഡ്യൂ കിട്ടുന്നതിൻ്റെ കാര്യവും പറയാം. ഓഫ് ഓർഡർ 2 വരുമ്പം z−1 ഹോൾ സ്ക്വയർ വരൂലേ, അപ്പോൾ ആ താഴത്തെയും മുകളിലത്തെയും z−1 ഹോൾ സ്ക്വയർ അങ്ങ് ക്യാൻസൽ ചെയ്ത് പോകില്ലേ, ഇനി ജസ്റ്റ് z−1 മാത്രമേ എടുക്കുള്ളൂ. കിട്ടുന്നുണ്ടോ? അറ്റ് z is equal to -2ൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടണം, റെസിഡ്യൂ എന്ന് പറയുന്നത് 4/9 ആയിട്ട് കിട്ടുന്നുണ്ടോ? ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ 4/9? ഓക്കെ, കിട്ടുന്നുണ്ടല്ലേ. അപ്പൊ രണ്ടാമത്തേൻ്റെ അകത്തോ, നമ്മുടെ z is equal to 1 നമുക്ക് എത്ര റെസിഡ്യൂ കിട്ടുന്നത്, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ. 5/9 ആണോ? നോക്കട്ടെ. ആ 5/9. അപ്പൊ ഇനി എന്തേ ചെയ്യണ്ടു, 4/9 പ്ലസ് 5/9 എന്ന് പറഞ്ഞിട്ട് സമ്മ് ചെയ്യാം, 2π അതിനോട് മൾട്ടിപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ആൻസർ എത്രയാണ് വരുന്നതെന്ന് പറഞ്ഞ. അപ്പം ചെയ്തിട്ട് കിട്ടാത്ത കുട്ടികൾ ഒന്ന് ശ്രദ്ധിക്കുക.
ഞാൻ പറഞ്ഞുതരാം. ഇത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. അപ്പം ഈ ഒരു ഇന്റഗ്രൽ എന്ന് പറയുന്നത് റെസിഡ്യൂ അറ്റ് സെറ്റ് ഇസ് ഈക്വൽ ടു 1 എഫ് ഓ സെഡിന്റെയും റെസിഡ്യൂ അറ്റ് സെറ്റ് ഇസ് ഈക്വൽ ടു -2 എഫ് ഓ സെഡിന്റെയും സമ്മിന്റെ കൂടെ 2π ആയി വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു റെസിഡ്യൂയും ഈ ഒരു റെസിഡ്യൂ ആണ് കാണാൻ പോകുന്നത്. നമുക്ക് എന്തറിയാം, സെറ്റ് ഇസ് ഈക്വൽ ടു -2ന്റെ ആ ഒരു ഓർഡർ എന്ന് പറയുന്ന 1 ആണെന്ന് അറിയാം. ദാറ്റ് മീൻസ് അതിന്റെ ഇക്വേഷൻ എന്താ അപ്ലൈ ചെയ്യുമ്പോൾ റെസിഡ്യൂ അറ്റ് സെറ്റ് ഇസ് ഈക്വൽ ടു -2 എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു limit z tends to -2 z plus 2 into z square divided by z minus 1 whole square into z plus 2 ആയിട്ട് വരും. കാരണം z മൈനസ് z നോട്ട് ഇൻറ്റു എഫ് ഓ സെഡ് എന്നായിരുന്നു നമ്മുടെ ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ z മൈനസ് z നോട്ട് എന്ന് പറയുമ്പോൾ z പ്ലസ് 2 ഇവിടെ വന്നു. ബാക്കി എഫ് ഓ സെഡിനെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എഴുതി കൊടുത്തു. ദിസ് ഈസ് ഈക്വൽ ടു എന്താ, ഇവിടെ ഒരു z മൈനസ് 2 ഉണ്ട്, ഇവിടെ ഒരു ഇവിടെ ഒരു z പ്ലസ് 2 ഉണ്ട്, ഇവിടെ ഒരു z പ്ലസ് 2 ഉണ്ട്. രണ്ടും അങ്ങ് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ബാക്കി നമുക്ക് ഇതാ ഇത്രയും ഒരു ടേമേ വേണ്ടു. ഇതിനെ പ്രത്യേകിച്ച് ഡെറിവേറ്റീവ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് നമുക്ക് ആ സെറ്റിന്റെ വാല്യൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ -2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ -2 -1 ഹോൾ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 4/9 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. സിമിലർലി നമുക്ക് എന്തറിയാം, അറ്റ് റെസിഡ്യൂ അറ്റ് സെറ്റ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് അതിന്റെ പോൾ ഓഫ് ഓർഡർ എന്ന് പറഞ്ഞ 2 ആയതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഇക്വേഷൻ്റെ അകത്തേക്ക് വേണം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ റെസിഡ്യൂ അറ്റ് സെറ്റ് ഇസ് ഈക്വൽ ടു 1 എഫ് ഓ സെറ്റ് എന്ന് പറയുന്നത് 1/m-1 ഫാക്ടോറിയൽ ലിമിറ്റ് z ടെൻസ് ടു 1 d റേസ് ടു m-1 ഡിവൈഡഡ് ബൈ dz റേസ് ടു m-1 z മൈനസ് 1 ഹോൾ റേസ് ടു m ഇൻറ്റു എഫ് ഓ സെറ്റിന് ഈക്വൽ ആയിരിക്കും. കേൾക്കുന്നില്ലേ സഞ്ജയ്ക്ക്? നെറ്റിന്റെ ഇഷ്യൂ ആണോ സഞ്ജയ്? നെറ്റിന് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ, അതാണ് ഇങ്ങനെ കേൾക്കാണ്ടായി പോകുന്നത്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ സഞ്ജയ്ക്ക്? എല്ലാവർക്കും പ്രശ്നമുണ്ടോ? കേൾക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ സഞ്ജയിന്റെ എന്തെങ്കിലും നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും ചിലപ്പോ അല്ലേ കൃഷ്ണേന്ദുവിന്? ഓക്കെ, അക്ഷയ്ക്കും കേൾക്കുന്നില്ലേ? റേഞ്ചിന്റെ ഇഷ്യൂ ആണോ? മിക്കവാറും നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും. ജിയോ സിമുള്ളവർക്ക് ഇങ്ങനെ നെറ്റ് ഇഷ്യൂ ഉണ്ട് തോന്നുന്നു. ഓക്കെ, ഇപ്പൊ നോക്കേ, ഒന്ന് ശ്രദ്ധിക്കേ. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ആ ഇക്വേഷൻ്റെ അകത്ത് m എന്ന് പറയുന്ന 2 ആയതുകൊണ്ട് ഞാൻ m-ന് 2 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. പിന്നെയോ ഇവിടെ ഒരു m എന്ന് പറയുന്നുണ്ട്, അപ്പൊ അതിൻ്റെ അകത്ത് ഞാൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ 1 ആയിട്ട് മാറി. ബാക്കി അങ്ങനെ തന്നെ എഴുതി കൊടുത്തു. അപ്പം ഇവിടെ എന്താ, z-1 ഹോൾ സ്ക്വയർ, ഇവിടെയും z-1 ഹോൾ സ്ക്വയർ, അത് രണ്ടും അങ്ങ് ക്യാൻസൽ ചെയ്ത് പോകുമ്പം ബാക്കി z സ്ക്വയർ ഡിവൈഡഡ് ബൈ z പ്ലസ് 2 എന്ന് മാത്രം ഇവിടെ വരും. അപ്പം എന്ത് ചെയ്യണം, ഒരു പ്രാവശ്യം നമ്മൾ ഡെറിവേറ്റീവ് കാണണം, എന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു റെസിഡ്യൂവിന്റെ ഫോമുല ഫുള്ളായിട്ട് കവർ ചെയ്ത് പോവുള്ളൂ. അപ്പം d/dz z സ്ക്വയർ ഡിവൈഡ് ബൈ z പ്ലസ് 2നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാം നമ്മൾ. അപ്പം z പ്ലസ് 2 ഇൻറ്റു 2z മൈനസ് z സ്ക്വയർ ഡിവൈഡഡ് ബൈ z പ്ലസ് 2 ഹോൾ സ്ക്വയർ വരും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അപ്പം ഇങ്ങനെ ഡെറിവേറ്റീവ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ആ 1 എന്ന് പറഞ്ഞ വാല്യൂ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ സെറ്റിന് 1 കൊടുക്കും, ഇവിടെയും സെറ്റിന് 1 കൊടുക്കും, ഇവിടെയും സെറ്റിന് 1 കൊടുക്കും, ഇവിടെയും സെറ്റിന് 1 കൊടുക്കും. അപ്പൊ 1 പ്ലസ് 2 ഇൻറ്റു 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 ഹോൾ സ്ക്വയർ വരും. ദാറ്റ് മീൻസ് 6 മൈനസ് 1 ഡിവൈഡഡ് ബൈ 9 ദിസ് ഇസ് ഈക്വൽ ടു 5/9 നമുക്ക് ആൻസർ കിട്ടും. അപ്പം രണ്ട് പോയിന്റിലെ റെസിഡ്യൂ നമ്മൾ കണ്ടു. അപ്പൊ അതിന്റെ ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2πi ഇൻറ്റു സം ഓഫ് ദി റെസിഡ്യൂ ആയിരിക്കും. ഇവിടെ രണ്ട് ടേമിൽ ഒന്ന് 4/9 നമുക്ക് റെസിഡ്യൂ കിട്ടി, രണ്ടാമത്തത് 5/9 നമുക്ക് റെസിഡ്യൂ കിട്ടി. ദാറ്റ് മീൻസ് 2πi ഇൻറ്റു 4/9 പ്ലസ് 5/9 ഇസ് ഈക്വൽ ടു 2πi ഇൻറ്റു 1 ദിസ് ഇസ് ഈക്വൽ ടു 2πi. ഇതാണ് നമുക്ക് ആ ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ കിട്ടിയത്. ക്ലിയർ ആയിനോ എല്ലാവർക്കും? എല്ലാവർക്കും കിട്ടിയോ? ഒന്ന് കമന്റ് ചെയ്താട്ടെ, എവിടെയെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? ജസ്റ്റ് ഞാനൊന്ന് സ്ക്രോൾ ചെയ്ത് തരാം, നിങ്ങളൊന്ന് പ്രസന്റേഷൻ ശ്രദ്ധിക്കും.
ഒന്നുമില്ല, നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് നമ്മുടെ ആ ഒരു സിംഗുലാർ പോയിന്റ്സുകൾ ഏതാണ്ട് ചെക്ക് ചെയ്തു, ഔട്ട് സൈഡ് ആണോ ഇൻസൈഡ് ആണോ എന്നുള്ള കാര്യം നോക്കി. പിന്നെയോ ആ സിംഗുലാർ പോയിന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താന്ന് നോക്കി. അതായത് പോൾ ഓഫ് ഓർഡർ 1 ആണോ, പോൾ ഓഫ് ഓർഡർ 2 ആണോ, അല്ലെങ്കിൽ റിമൂവൽ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി. നോക്കിയതിന് ശേഷം എന്ത് ചെയ്തു, പോൾ ഓഫ് ഓർഡർ 1 ആണെന്നും കിട്ടി, പോൾ ഓഫ് ഓർഡർ 2 ആണെന്നും കിട്ടി. പോൾ ഓഫ് ഓർഡർ 1ന് ലിമിറ്റ് z ടെൻഡ്സ് ടു z0 z മൈനസ് z0 ഇൻറ്റു f ഓഫ് z വെച്ചിട്ടും, പോൾ ഓഫ് ഓർഡർ 2ന് 1/2 മൈനസ് 1 ഫാക്ടോറിയൽ d റേസ് ടു 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ d z റേസ് ടു 2 മൈനസ് 1 z മൈനസ് z0 ഹോൾ സ്ക്വയർ ഇൻറ്റു f ഓഫ് z വെച്ചിട്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്തു, സോൾവ് ചെയ്തു. സോൾവ് ചെയ്തപ്പോൾ ഒന്നാമത്തെ കേസിൽ നമുക്ക് 4/9 കിട്ടി, രണ്ടാമത്തെ കേസിൽ 5/9 കിട്ടി. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും സമ്മിന്റെ കൂടെ 2πi മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ആൻസർ കിട്ടുക എന്ന് നമുക്കറിയാം. എന്ത് ചെയ്തു, രണ്ടും സം ചെയ്തു, അതിന്റെ കൂടെ 2πi മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് 2πi എന്ന് പറയുന്ന ആൻസർ തന്നെ കിട്ടി. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം അവിടെ പകുതിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നോക്കാം. പകുതിക്കല്ല, ഈ ഒരു പ്രോബ്ലംസ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. നിങ്ങൾ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഈ ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്തായാലും PDF ഷെയർ ചെയ്ത് തരാം. PDF ഷെയർ ചെയ്തിട്ട് നോക്കുക, നിങ്ങൾ അവിടെയെങ്കിലും എന്തെങ്കിലും ക്ലിയർ ആവാണ്ടുണ്ടോ എന്നുള്ള കാര്യം. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഇതാണ്. ഇപ്പം ഇത്രയായി, 22, 8 മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റുമോ? ഒന്ന് ചെയ്തു നോക്കാം. ഇവാലുവേറ്റ് ദി ഫോളോയിങ് ഇന്റഗ്രൽ കൗണ്ടർ ക്ലോക്ക് വൈസ് അറൌണ്ട് എനി സിമ്പിൾ ക്ലോസ്ഡ് പാത്ത് സച്ച് ദാറ്റ് 0 and 1 ആർ ലൈസ് ഇൻസൈഡ്. നമ്മളോട് 0ഉം 1ഉം ലൈസ് ഇൻസൈഡ് പറഞ്ഞിട്ടുണ്ട്. 0 ഈസ് ഇൻസൈഡ്, 1 ഔട്ട് സൈഡ് പറഞ്ഞിട്ടുണ്ട്. 1 ഇൻസൈഡ്, 0 ഔട്ട് സൈഡ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു പ്രോബ്ലം കൂടി എക്സ്ട്രാ എഴുതി പോയിട്ടുണ്ട്. രണ്ടും എന്താ ഔട്ട് സൈഡ് ആവുന്ന കേസ്, 0 and 1 ഔട്ട് സൈഡ് ആവുന്ന കേസിൽ അത് ജസ്റ്റ് ഈ ഒരു പ്രോബ്ലത്തിന്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. സോറി, ക്വസ്റ്റിൻ്റെ അകത്ത് എഴുതാൻ വിട്ടുപോയിട്ട് അതിന്റെ ആൻസർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇവിടെ ഒരു D എന്ന് പറഞ്ഞ ഇക്വേഷൻ ആക്കിയിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യാം, 0 and 1 ബോത്ത് ആർ ഔട്ട് സൈഡിന്റെ കാര്യം കൂടി ഒന്ന് ഈ ക്വസ്റ്റിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ നോക്കുക. പറഞ്ഞത് ക്ലിയർ ആയിനോ? എയും ബിയും സിയും ഞാനിപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. D എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബോത്ത് 1 and 0 ആർ ഔട്ട് സൈഡ്. അങ്ങനെ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ആക്കിയിട്ട് മാറ്റിയതാ. ഇവിടെ FOZ എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ സിമ്പിൾ ക്ലോസ്ഡ് പാത്തായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നിട്ടില്ല. നമുക്ക് ആകെ ജസ്റ്റ് ഇങ്ങനെ മാത്രമേ പറഞ്ഞുള്ളൂ, നമ്മുടെ സിംഗുലാർ പോയിന്റ്സുകൾ ഇൻസൈഡ് ആണോ ഔട്ട് സൈഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അത് വെച്ചിട്ട് വേണം നമ്മളിനി പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ ഒന്നാമത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 0 and 1 ആർ ഇൻസൈഡ്, രണ്ടും ഇൻസൈഡ് ആണുള്ളത്. രണ്ടും ഇൻസൈഡ് ആണ് ഉള്ളതെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ 0ഉം 1ഉം ഏത് ടൈപ്പ് സിംഗുലാരിറ്റി ആണ്, പോൾ ആണെങ്കിൽ അതിന്റെ ഓർഡർ എത്ര, ആ കാര്യം നോക്കിയിട്ട് നമ്മൾ ആദ്യം റെസിഡ്യൂ കണ്ടുപിടിക്കാം. Z is equal to 0 റെസിഡ്യൂ എന്താ നോക്കുക, Z is equal to 1 റെസിഡ്യൂ എന്താ നോക്കുക. അങ്ങനെ രണ്ടും കൂടി കണ്ടുപിടിച്ചിട്ട് സമ്മ് ചെയ്തിട്ട് 2πi മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം കിട്ടും. രണ്ടാമത്തെന്ന് പറയുന്നത് 0 ഈസ് ഇൻസൈഡ്, 0 മാത്രം ഇൻസൈഡ് ഉള്ളത്. അപ്പം Z is equal to 0 എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ കണ്ടുപിടിച്ച റെസിഡ്യൂ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. രണ്ടിന്റെയും റെസിഡ്യൂ നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിക്കുന്നുണ്ട്. ബാക്കി ബിയും സിയും ഡിയും എല്ലാം സുഖമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഒന്ന് ചെയ്ത് നോക്കിയട്ടെ, ആദ്യത്തെ ഒന്നാമത്തെ കേസ് ഒന്ന് ചെയ്ത് നോക്കിയട്ടെ. FOZ എന്ന് പറഞ്ഞ ഇതാണ്. അവിടെ സിംഗുലാർ പോയിന്റ്സുകൾ 0ഉം 1ഉം കിട്ടുന്നുണ്ടോ, റെസിഡ്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാൽ. ഒന്ന് കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്യട്ടോ. അത്രയാണ് അറ്റ് Z is equal to 0 നിങ്ങൾക്ക് റെസിഡ്യൂ കിട്ടുന്നതിന്റെ കാര്യം. അറ്റ് Z is equal to 1 എത്രയാണ് നിങ്ങൾക്ക് റെസിഡ്യൂ കിട്ടുന്നതിന്റെ കാര്യം ഒന്ന് പറയാം.
അറ്റ് z is equal to 0 എത്രയാ കിട്ടുന്നത് റെസിഡ്യൂ? അറ്റ് z is equal to 0 എത്രയാ നിങ്ങൾക്ക് റെസിഡ്യൂ കിട്ടുന്നത്? z is equal to 0 ഉം z is equal to 1 ആണ് സിംഗുലർ പോയിന്റ്. ഇതിലെ കാര്യം കിട്ടിയിട്ടില്ലേ? അത് രണ്ടും ഒന്നാമത്തെ കേസിൽ ഇൻസൈഡ് ആണ് ബിലോങ് ചെയ്യുന്നതെന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്ന് പറയുന്ന ആ ഒരു പാർട്ടിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ രണ്ട് പോയിന്റിൽ നമ്മൾ റെസിഡ്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് അത് രണ്ടും സമ്മ് ചെയ്തിട്ട് 2πi മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒന്നാമത്തെ കേസിൽ റെസിഡ്യൂ z is equal to 0 എത്രയാണ് കിട്ടിയത്? z is equal to 0 ആകുമ്പോൾ റെസിഡ്യൂ എന്താണ് നിങ്ങൾക്ക് കിട്ടിയത്? എത്ര വാല്യൂ കിട്ടിയത്? ചെയ്തില്ലേ? ഓക്കെ, ചെയ്യട്ടാ. ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്യണേ. ആർക്കെങ്കിലും കിട്ടിയോ ചെയ്തിട്ട്? റെസിഡ്യൂ അറ്റ് z is equal to ഓക്കെ -4. പിന്നെയോ അറ്റ് z is equal to 1 ഒന്ന് ചെയ്ത് നോക്കിയാട്ടെ, എത്ര കിട്ടുന്നത്? z is equal to 1 1. ഓക്കെ, അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? ഇക്വേഷൻ ഒന്നാമത്തെ പാർട്ട് പറയുന്നത് രണ്ട് സിംഗുലർ പോയിന്റ്സുകളും ബിലോങ് ചെയ്യുന്നത് ഇൻസൈഡ് ആണെന്നാ പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ 2πiന്റെ കൂടെ ഈ രണ്ട് റെസിഡ്യൂ കൂടി സമ്മ് ചെയ്തത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എത്ര ആൻസർ വരിക? ഒന്നാമത്തെ കേസിൽ അപ്പൊ എത്ര ആൻസർ വരിക? ഇതിന്റെ സമ്മ് എന്ന് പറയുന്നത് -4 + 1 ദാറ്റ് ഈസ് -3. -3 × 2πi എത്ര വരിക? -6πi. ഇതാണ് നമ്മുടെ ആദ്യത്തെ കേസിൽ ആൻസർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇപ്പം റെസിഡ്യൂ കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞു. രണ്ട് കേസിലുള്ള റെസിഡ്യൂ കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബി പാർട്ടിലെയും സി പാർട്ടിലെയും ഇനി അടുത്ത ഡി പാർട്ട് എന്ന് പറയുന്നത് രണ്ട് സീറോസുകളും ഔട്ട്സൈഡ്. അങ്ങനെയുള്ള ആ ഒരു കേസും കൂടി നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം? 2πi കൂടി ഈ ഒരു കേസിൽ 0 ഇൻസൈഡ് ആകുമ്പോൾ 0ന്റെ അകത്ത് റെസിഡ്യൂ മൾട്ടിപ്ലൈ ചെയ്യുക 2πi. ഈ ഒരു കേസിൽ 1ന്റെ റെസിഡ്യൂ മൾട്ടിപ്ലൈ ചെയ്യുക 2πi. അടുത്തത് രണ്ടും ഔട്ട്സൈഡ് ആയതുകൊണ്ട് ടോട്ടലായിട്ട് നമുക്ക് 0 ആണെന്നുള്ള കാര്യം പറയാൻ പറ്റും. അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. എ നമ്മൾ ഓൾറെഡി ചെയ്തു. എന്റെ അകത്ത് ചെയ്ത പോലെ തന്നെയാണ് ബിയും സിയും ഡിയും ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ എല്ലാവരും? റെസിഡ്യൂ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചു. ഇനി ജസ്റ്റ് 2πi മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക വേണ്ടു. ഏതാണോ നമ്മുടെ റെസിഡ്യൂ നോക്കിയിട്ട്, സിംഗുലർ പോയിന്റ് ഏതാണെന്ന് നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിഡ്യൂ നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ എല്ലാവരും? ഒന്ന് കമന്റ് ചെയ്താൽ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവരും നേരത്തെ ക്ലാസ്സിൽ എല്ലാവരും ഉണ്ട് തോന്നുന്നു. അറ്റൻഡൻസ് എത്രയാ? 34 ആൾട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു.